ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. സെക്രട്ടറി എക്സാം അടുത്തിരിക്കുന്നു. അപ്പൊ ഈ അവസരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ റിവിഷൻ തന്നെയാണിത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDCയുടെ ഒരു മെയിൻ എക്സാമിന്റെ 100 ചോദ്യങ്ങളാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം, എനിക്ക് ശേഷം പ്രളയം. ലൂയി 14 പറയുന്നത് എനിക്ക് ശേഷം പ്രളയം. ലൂയി 14 പറഞ്ഞു ഞാനാണ് രാഷ്ട്രം. ലൂയി 15 പറഞ്ഞു എനിക്ക് ശേഷം പ്രളയം. ലൂയി 16 സമയത്താണ് ഫ്രഞ്ച് വിപ്ലവം അരങ്ങേറുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതിനകത്ത് അരങ്ങേറിയ ഒരു ആശയമാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഐക്യ കേരളം തമ്പുരാൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ മഹാരാജ കേരള വർമ്മയാണ് ഐക്യ കേരളം തമ്പുരാൻ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. അപ്പൊ ശുദ്ധി പ്രസ്ഥാനം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2 ഇവിടെ തെറ്റാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ഇപ്പൊ ബ്രഹ്മസമാജം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിനകം ഈ ഒരു ചോദ്യം എലിമിനേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നില്ല. അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ സമരം ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ചമ്പാരൻ സത്യാഗ്രഹം 2017 ഇന്ത്യയിൽ ഇദ്ദേഹം ആദ്യമായി പങ്കെടുത്ത സത്യാഗ്രഹമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930 ഉപ്പ് സത്യാഗ്രഹം, ഉപ്പ് നിയമം ലംഘിച്ചു. ചാന്നാർ ലഹള വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടതാണ്. ശരി ചോദിച്ചു. 1, 2, 3 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഗാന്ധിജി. മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇന്ത്യയിലെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ആൻസർ ഇൻസാറ്റ് 3DS. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റീരിയോസ്കോപ്പ്. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശ ചിത്രങ്ങളിൽ നിന്ന് 60% ഓവർലാപ്പ് ചെയ്യും സ്റ്റീരിയോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ത്രിമാന ലക്ഷ്യം ലഭിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? കോണ്ടൂർ രേഖ. ഡോഡോ ബേട്ട കൊടുമുടി, ദോഡ ബേട്ട അല്ലെ, ദോഡ ബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നീകരം. ആൻസർ നീലഗിരി കുന്നാണ്. നീലഗിരി കുന്ന്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. കൊൽക്കത്ത ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള തുറമുഖമാണ്. അപ്പോ പശ്ചിമഘട്ട മഴനിഴൽ പ്രദേശം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ആരാണ്? ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്നു മനു ഭാക്കറാണ്. വനിതാ ഷൂട്ടിംഗ് ഒളിമ്പിക്സ് ആദ്യമായി മെഡൽ നേടിത്തന്ന താരമാണ് മനു ഭാക്കർ. വെങ്കല മെഡലാണ് ലഭിച്ചത്. 10 മീറ്റർ എയർ പിസ്റ്റലാണ്. താഴെ പറയുന്ന 2ാം പഞ്ചവത്സര പദ്ധതി ബന്ധമില്ലാത്തത് ഏതാണ്? മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിച്ചു. ആൻസർ 2ാം പഞ്ചവത്സര പദ്ധതി ബന്ധമില്ലാത്തതാണ് ചോദ്യം. മഹലനോബിസ് മാതൃകയാണ്. വ്യവസായത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വിദേശ രാജ്യ സഹായം, വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിച്ചു. മനുഷ്യ വിഭവശേഷി വികസനം ലക്ഷ്യം എന്നുള്ളത് തെറ്റാണ്. താഴെ പറയുന്ന പ്രസ്താവന ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? ഈ ക്വസ്റ്റ്യനും എലിമിനേറ്റ് ചെയ്തു. 2015 ജനുവരി 1 നിലവിൽ വന്നത് നീതി ആയോഗ്.
അടുത്തത് പ്രധാനമന്ത്രി ചെയർമാനാണ്, വൈസ് ചെയർമാൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്ത്യയിൽ ഇതിനകത്ത് ഇതും കൂടെ നോക്കാം. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സാങ്കേതിക ഉപദേശം നൽകുകയാണ് ചുമതല. വിദഗ്ധോപദേശ സമിതിയാണ്. ഇന്ത്യയില് ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താ? വ്യാപാര രംഗത്ത് ചൈന മുന്നേറ്റം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കമ്മിയാണ് ഉദാരവൽക്കരണത്തിലേക്ക് നയിച്ചത്. താഴെ പറയുന്ന ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് വാണിജ്യ ബാങ്ക്. താഴെ പറയുന്ന ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവന വക്താവ് MS സ്വാമിനാഥനാണ്. ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടത്. ഇനി രാസവളം, രാസകീടനാശിനി ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ്. ഹരിത വിപ്ലവം വ്യവസായ വിപ്ലവ വികസനം സാധ്യമാക്കി. അപ്പോ ശരിയായിട്ടുള്ളതാണ് ചോദ്യം. 1, 2, 3 ശരിയാണ്. MS സ്വാമിനാഥനാണ് ഇതിന്റെ പിതാവ്. ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെട്ടു. ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തത്. രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചുള്ള ഒരു കൃഷിരീതിയായിരുന്നു ഹരിത വിപ്ലവം. ഹരിതം, ഗ്രീൻ റവല്യൂഷൻ ആണ്. ഇത് ചെടികളുടെ വികസനമാണ് കൊണ്ടുവന്നത്. പാലിന്റെ പയർ വർഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? പാലും പയർവർഗത്തിലും ഇപ്പോൾ 1-ാം സ്ഥാനം. 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, നിലവിലും 16-ാം ധനകാര്യ കമ്മീഷനാണ് അരവിന്ദ് പനഗരിയ. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓൾ ഇന്ത്യ. ഓൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടത് PSC അറിയാം 315. ഓൾ ഇന്ത്യ സർവീസ് 312. ആൻസർ 312 ആണ്. അടുത്ത ചോദ്യം, യൂണിയൻ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടന എത്രാമത്തെ പട്ടികയിലാണ്? 7-ാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര ലിസ്റ്റ്, പിന്നുള്ള ഒരു ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുത താഴെ പറയുന്നവയിൽ ഏതാ? യൂണിയൻ പബ്ലിക് സർവീസ് അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അംഗസംഖ്യ എത്ര വേണം UPSCയിൽ? അത് പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാം. അടുത്തത് 62 വയസ്സാണ് ഇവരുടെ വിരമിക്കൽ പ്രായം. യൂണിയൻ പബ്ലിക് സർവീസ് അംഗം ചെയർമാൻ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് ഭരണഘടന പറയുന്നു. അപ്പൊ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? നമ്മുടെ ആൻസർ യൂണിയൻ പബ്ലിക് സർവീസ് അംഗം ചെയർമാൻ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അത് മാത്രം ശരിയാണ്. അപ്പോ ഇവരുടെ അംഗസംഖ്യ എത്ര ആണെന്ന് പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാൻ സാധിക്കുമോ? 65 വയസ്സാണ് വിരമിക്കൽ പ്രായം. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷൻ ശരിയായിട്ടുള്ള വസ്തുതകൾ. ഓപ്ഷനിലേക്ക് പോകുന്നു. 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗി. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. അപ്പോ നമ്മുടെ ഇവിടെ ശരിയായിട്ടുള്ളത് 1, 2, 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 1, 2, 3. അപ്പൊ 51 ഫിനാൻസ് കമ്മീഷൻ വരുന്നത്. KC നിയോഗി. നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമാണ്, അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതൊക്കെ? 93 രൂപീകൃതമായി. 102 ഭരണഘടനാ ഭേദഗതി ഭരണഘടനാപരമായ അംഗീകാരം നേടി. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഇതിലേതോ ഒന്നേ ഉള്ളൂ ശരി, അല്ലെ? 3, 4 ശരിയാവുകയുള്ളൂ. അപ്പോ ആൻസർ വരുന്നത് രാഷ്ട്രപതിക്കാണ് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ നൽകേണ്ടത്. 1, 2, 4 ശരിയാണ്. പിന്നോക്ക വിഭാഗ കമ്മീഷൻ
93 രൂപീകൃതമായത്. 102 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടുന്നു. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. താഴെ തന്നിരിക്കുന്ന ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭ അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നരേന്ദ്ര മോദി. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. കേരളത്തില് ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ്? പത്മ രാമചന്ദ്രൻ. ഇന്ത്യൻ ഭരണഘടന 309 അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? കേരള ഗവൺമെന്റ്. ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? തണ്ണീർത്തടങ്ങൾ. വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഏത്? ഷാ ബാനോ കേസാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ്? ദുരന്ത നിവാരണം. സംസ്ഥാനത്ത് രൂപീകൃതമായത് ദുരന്ത നിവാരണ അതോറിറ്റി. നയം രൂപീകരിക്കുന്നു. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുന്നു. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? കാതോർത്ത് പദ്ധതി. വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുന്നു. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. മനുഷ്യ മസ്തിഷ്കം വിവിധ ഭാഗങ്ങൾ അവയുടെ ധർമ്മം തന്നിരിക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന. സെറിബെല്ലം തുലനനില പരിപാലിക്കുന്നു. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ കേന്ദ്രമാണ്. മെഡുല ഒബ്ലാങ്കേറ്റ ആന്തര സമസ്ഥിതി തെറ്റാണ്. ഹൈപ്പോതലാമസ് ആണ് ആന്തര സമസ്ഥിതി. മെഡുല ഒബ്ലാങ്കേറ്റ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം. 3ഉം 4ഉം തെറ്റാണ്. തിരിഞ്ഞുപോയി. ഇനി ജീവകങ്ങൾ അപര്യാപ്തത രോഗങ്ങൾ. ജീവകമേ നിശാന്തത. B1 ബെർബറിയാണ്. B9 അനീമിയാണ്. D റിക്കറ്റ്സ്. അപ്പൊ 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് കാരണമായ രോഗാണു ഏതാണ്? വൈറസ് ആണ് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണം. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഉയർന്ന രക്തസമ്മർദ്ദമാണ്. ഉയർന്ന രക്തസമ്മർദ്ദം. ചുവടെ കൊടുത്തിരിക്കുന്ന ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ബാക്ടീരിയ രോഗങ്ങൾ വരുന്നത് ക്ഷയം, എയ്ഡ്സ്. നമ്മളുടെ ആൻസർ ബാക്ടീരിയ രോഗമാണ് ചോദിച്ചത്. എയ്ഡ്സ് വൈറസ് രോഗമാണ്. ക്ഷയം ബാക്ടീരിയ രോഗമാണ്. എലിപ്പനി ഡിഫ്തീരിയയും ഏത് രോഗമാണ്? ബാക്ടീരിയ രോഗമാണ്. മലമ്പനി പ്രോട്ടസോവയാണ്. ഡെങ്കിപ്പനി വൈറസ് ആണ്. ചിക്കൻ ഗുനിയ വൈറസ് ആണ്. ഫംഗൽ രോഗമാണ് പട്ടച്ചോറി. അപ്പൊ ക്ഷയം എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. പക്ഷെ എയ്ഡ്സ് HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ്. അപ്പോ നമ്മുടെ ഉത്തരം 1 മാത്രം. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസ്. ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയിക്കുന്നു, ചികിത്സിക്കുന്നു. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രമേഹവുമായി ബന്ധപ്പെട്ടത് നയനാമൃതം, കരുതൽ ചൈൽഡ് കെയർ, അമൃതമാരോഗ്യം, ശ്രുതിമധുരം. അപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്, കണ്ണും ബന്ധമുണ്ട്. അപ്പൊ ഇതാണ് നയനാമൃതം പദ്ധതി. നയന അമൃതം പദ്ധതി. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാനാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് SPI? സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? വരൾച്ച, ഡ്രോട്ട്നെസ്, വരൾച്ച. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ക്യാൻസറുമായി ബന്ധപ്പെട്ട് ബോംബെ. ആൻസർ IIT ബോംബെ. താഴെ പറയുന്നവ ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം, സീല് ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ്, പിഗ് 450 cm3 വ്യാപ്തം, 150 ഗ്രാം പിണ്ഡം, സീല് ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ്, Q 300 cm3 വ്യാപ്തം. ജലത്തിന്റെ സാന്ദ്രത എന്നോ പാക്കറ്റുകൾ ജലത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? P മുങ്ങും, Q പൊങ്ങിക്കിടക്കും.
അടുത്തത് താഴെ പറയുന്ന പ്രസ്താവന പരിശോധിക്കുക. ശബ്ദത്തിന്റെ ലൗഡ്നെസ് മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ സെൻസിറ്റിവിറ്റി ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദത്തിന്റെ തീവ്രത മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമത ആശ്രയിക്കുന്നില്ല. അപ്പൊ ലൗഡ്നെസ് ആശ്രയിക്കുന്നു, ഇന്റൻസിറ്റി ആശ്രയിക്കുന്നില്ല. ഇത് രണ്ടുമാണ് ശരി. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം ഏതാണ്? ഇൻഫ്രാസൗണ്ട്. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ ഈ സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ മാസം കറുത്ത വാവാണ്. ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ പിയറി അഗസ്റ്റിൻ, ഫെറൻ ക്രൗസ്, NL ഹുലിയൻ. ഇതാണ് 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പ്രൈസ് വിന്നേഴ്സ്. അപ്പോൾ 2024 നൊബേൽ പ്രൈസ് ഫിസിക്സിലെ വിന്നേഴ്സ് ആണ് ജിയോഫ്രി ഹിൻഡനും ജോൺ ഹോപ്ഫീൽഡും. അതുപോലെ തന്നെ ജിയോഫ്രി ഹിൻഡൻ. രാജസ്ഥാനിലെ ജാഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏതാണ്? ഈ ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്ന് പരിണമിക്കുന്നു? എലിമിനേറ്റ് ചെയ്തു. രക്തത്തിന്റെ pH എത്രയാണ്? ക്ഷാര സ്വഭാവമാണ്. അത് എത്രയാണ്? 7.4. താഴെ തന്നിരിക്കുന്ന രാസമാറ്റം ഏതിൽ സംഭവിക്കും? രാസമാറ്റം എന്ന് പറയുമ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നു, മുട്ട തിളയ്ക്കുന്നു. ഇത് രണ്ടും രാസമാറ്റമാണ്. ഐസ് ഉരുകുന്നതും മെഴുകുരുകുന്നതും ഭൗതിക മാറ്റമാണ്. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നത് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു? ഹൈഡ്രജൻ പെറോക്സൈഡ്. അടുത്ത ചോദ്യവും എലിമിനേറ്റ് ചെയ്തു. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അഭിനവ് ബിന്ദ്ര. നന്ദനാർ PC ഗോപാലനാണ്. തന്നതില്ല പരന്നുള്ളു കാട്ടുവ ഒന്നുമേ നരനു ഉപായം ഈശ്വരൻ ഇന്ന് ഭാഷ ഇതാ അപൂർണം ഇങ്ങഹോ വന്നുപോ പിഴയും അർത്ഥശങ്കയാണ്. ഈ വരി കർത്താവ് കൃതി. ശരി ഉത്തരം എന്താണ്? കുമാരനാശാന്റെ നളിനിയിലെ വരികളാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്ന് സ്ഥാപിതമായി 98. ആദ്യ വനിത ആനപ്പാപ്പാൻ ആരാണ്? പാർവതി ബറുവ ഫ്രം ആസാം. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി K രാധാകൃഷ്ണൻ. വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കലാണ്. 66A. ഇന്ത്യ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? ഇന്ത്യയുടെ ഉടമസ്ഥത NIC. IoT എന്താണ്? ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് IoT. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഒറാക്കിൾ ആണ് ഒറ്റപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഭരണഘടനാ സ്ഥാപനം ഏത്? ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാണ് പട്ടികജാതി കമ്മീഷൻ. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ: സംരക്ഷണ ഉത്തരവ്, താമസ സൗകര്യം, നഷ്ടപരിഹാരം, കസ്റ്റഡി ഉത്തരവ്. ഇതെല്ലാം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാം. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് എന്താണ്? ഇ-കൊമേഴ്സ്, ഓൺലൈൻ പരാതി നൽകൽ, പരാതിക്കാരന് താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ, മധ്യസ്ഥതയിലൂടെ തർക്കപരിഹാരം. ഇവയെല്ലാം. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏതാ? പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം എന്നത് തെറ്റാണ്. മൊഴിയെടുക്കുമ്പോൾ താമസ സ്ഥലത്തായിരിക്കണം. കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. കാരണവശാലും കുട്ടിയെ രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല. യൂണിഫോമിൽ ആകരുത്. 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും കുട്ടികളാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. അപ്പൊ ഇതും എലിമിനേറ്റ് ചെയ്തു. ഇപ്പോഴത്തത് അലക്സാണ്ടർ ആണ്. അലക്സാണ്ടർ തോമസ് അതില്ലായിരുന്നു, അതുകൊണ്ട് എലിമിനേറ്റ് ചെയ്തു. ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര.
ഇനി നമ്മൾ ഡയറക്റ്റ് പോകുന്നത് മലയാളം ക്വസ്റ്റ്യൻസിലേക്കാണ്. മലയാളത്തിന്റെ ആദ്യ ചോദ്യം, ശരിയായ വാക്യം ഏതാണ്? ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപം ഏതാണ്? ജാള്യതയാണ് ശരിയല്ലാത്തത്. ജാള്യം, ജളത്വം, ജലത. മകൾ എന്ന് അർത്ഥമുള്ള പദം ഏതാണ്? തനയ. രവം വിപരീത പദം എന്താണ്? നീരവം. അന്തശ്ചിദ്രമാണ് അന്തശ്ചിദ്രം. അന്തശ്ചിദ്രം പിരിച്ചെഴുതുമ്പോൾ അന്ത പ്ലസ് ചിത്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദം. ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക. കിങ്കരൻ, കിങ്കരി. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. വാഗ്മയം പിരിച്ചെഴുതുക. വാക്ക് പ്ലസ് മയമാണ്. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കുരുടന്മാരോട് അരുത്. കുരുടന്മാരോട് അരുത്. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. Neither Mr. Gupta's son nor his daughter dash to the gym regularly. Neither nor വരുന്നു. ഈ ഡോട്ടർ ആണ് എടുക്കേണ്ടത്, സിംഗുലർ, അപ്പൊ ഗോസ്. If she called me, past ആണ്, V2 ഫോം ആണ്, അപ്പൊ would attended. Dash boy who talked to me yesterday turned out to be my old neighbor's son. അപ്പൊ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ ബോയെ സ്പെഷ്യലായിട്ട് പറയുന്നു. അപ്പൊ ആർട്ടിക്കിൾ ദി ആണ്. ഐ വുഡ് റാദർ ഹാവ് ടീ ഡാഷ് കോഫി. വുഡ് റാദർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡ് റാദറിന്റെ കൂടെ നമുക്ക് ഏതാണ് വരുന്നത്? ദാൻ ആണ്. വുഡ് റാദർ ദാൻ. ഐ വുഡ് റാദർ ഹാവ് ടീ ദാൻ കോഫി. ഐ ആം ഓൾഡർ ദാൻ യു. ആം ഇൻഡ് ഐ, അതാണ് ആർ ഇൻഡ് ഐ. Little Anne always dash to her older brother. Looks up to. Diana's shoes were the perfect dash to her entire outfit. Perfect compliment. The company gives bonus to its employees only dash because the management is not very generous. അപ്പോൾ കമ്പനി ബോണസ് നൽകുന്നു എംപ്ലോയീസിന് ഓൺലി. എന്തുകൊണ്ടാണ്? once in a blue moon, വളരെ അപൂർവമായി, because the management is not very generous. അത്ര generous അല്ല. Substitute the underlined phrase with suitable word from the following. Susan doesn't go to church as she calls herself as someone who doesn't believe in the existence of God. Atheist ആണ്, വിശ്വാസി അല്ല. ഇനി which of the following has the same meaning as complete, whole, മുഴുവനും എന്നൊരു അർത്ഥം. ഇനി നമുക്ക് നമ്മളുടെ 90 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഓൺലി 10 ക്വസ്റ്റ്യൻസ്. അത് മാത്സ് ആണ്. 3.5 മീറ്റർ നീളമുള്ള കമ്പി 2ആയി മുറിച്ചു. ഉത്തരം 50 സെന്റിമീറ്റർ. 30% വിലക്കൊഴിവ്. 3500 രൂപ. ഖാദി വസ്ത്രങ്ങൾ വാങ്ങുന്നു. 5000 രൂപ. ഇനി അച്ചുവിന്റെ വീട് ചുമര് തേക്കുന്നു. സിമന്റ് മണല് 1:5. ഇതിന്റെ 45 ചാക്ക് സിമന്റ് വാങ്ങി എത്ര ചാക്ക് മണല് വാങ്ങണം? 225. ചതുരത്തിന്റെ ചുറ്റളവ് തന്നു. നീളം 2 മടങ്ങ്, വീതി 3 മടങ്ങ്. ചതുരം വരച്ചപ്പോൾ 62 സെന്റിമീറ്റർ ചുറ്റളവ്. നീളം എത്ര? ആൻസർ 8. അടുത്തത് സഞ്ചരിക്കാനുള്ള സമയമാണ് ചോദ്യം. സമയം T= ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. 840 km/h ഉണ്ട്. സഞ്ചരിക്കാനുള്ള ദൂരവുമുണ്ട്. ഡിവൈഡ് ചെയ്താൽ മതി. നമ്മുടെ ആൻസർ വരുന്നത് 6 മണിക്കൂർ. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും. ആൻസർ 19 ആണ്. ഇനി അടുത്ത ചോദ്യം വ്യാഴമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത പദം കണ്ടെത്തുക. BEG തന്നിട്ടുണ്ട്. അപ്പോ ZCE ആണ് അടുത്ത പദം. AX സഹോദരൻ. അപ്പോ അമ്മമ്മ. ക്ലോക്ക് 4:10. കോണളവ് 30h-11/2 എന്ന് ചെയ്യാം. ആൻസർ 65. അങ്ങനെ 100 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.